താങ്കൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പോലും ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിക്കുന്ന ഒരു ക്രിസ്തുമസ് കാലം. പണ്ട് എലിയട്ട് പറഞ്ഞ ഒരു വരി താങ്കൾക്ക് അറിയുമായിരിക്കും, ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് തുടങ്ങുന്ന വേസ്റ്റ് ലാൻഡിലെ ആ പുസ്തകം. അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും നിർദ്ദയമായ മാസമായി ക്രിസ്മസ് മാസം വരികയാണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ. ഇവിടെ ഓരോ സംസ്ഥാനത്തും എടുത്തു നോക്കിയാൽ ഇപ്പൊ നമ്മുടെ വാർത്തകളിൽ കൂടിയും നമ്മളുടെ സുഹൃത്തുക്കൾ കൂടി അറിയുന്നത് വളരെ 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 പണ്ടില്ലാതിരുന്ന വിധത്തിൽ വളരെ ഏകീകൃതമായും വളരെ വളരെ സംഘടനാപരമായി യോജിച്ചും പല സ്ഥലങ്ങളിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഡൽഹിയിൽ, ഈ പല സ്ഥലങ്ങളിലും ഇത്തവണ ക്രിസ്തുമസിന് നേരെ നടക്കുന്ന, കൽക്കട്ടയിൽ നടക്കുന്നു. അതിനൊപ്പം താങ്കൾക്ക് അവിടെ നിന്ന് ഒരു പക്ഷേ കേരളത്തിലേക്ക് കണ്ണെത്തുകയാണെങ്കിൽ കേരളത്തിലും ഒരു 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 പുതിയ രീതിയിൽ ഈ ക്രിസ്തുമസിനെ സമീപിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ തങ്ങൾ വിചാരിച്ച രീതിയിൽ, സവർണ ക്രിസ്ത്യാനികൾ പോലും തങ്ങൾ വിചാരിച്ച രീതിയിൽ BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് കൊണ്ടാവണം കേരളത്തിൽ സംഘപരിവാർ അതിന്റെ ഒരു 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 വളരെ നിഷേധാത്മകമായ മുഖം പതുക്കെ പുറത്തെടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ ലോക്കൽ ബോഡീസിന് ശേഷമാണെന്ന് തോന്നുന്നു ആ തിരിച്ചറിവ്. കാരണം ഇന്നലെ പാലക്കാട് നടന്ന ഒരു കരോൾ പാർട്ടിക്ക് നേരെ ആഹ്ലാദത്തിൽ കുറച്ച് ചെറുപ്പക്കാർ നടത്തിയിരുന്ന ഒരു കരോൾ പാർട്ടി, പാട്ടും നൃത്തവുമായി പോയിരുന്നവരെ ഒരു സംഘപരിവാർ ആളുകൾ ആക്രമിച്ചു. ഇത് വളരെ 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 എനിക്ക് തോന്നി അത് വളരെ പരസ്യമായിട്ടുള്ളായിരുന്നു. പണ്ട് എനിക്ക് വളരെ ഒരു അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ തകർപ്പെട്ടതിന് ശേഷം തന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ വീടുകളിൽ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ തൂക്കരുതെന്ന് പ്രാദേശികമായി പല RSS ഘടകങ്ങളും നിർബന്ധിച്ചു. എനിക്കറിയാം, അപ്പൊ കൊടുങ്ങല്ലൂർ മേത്തലയിലൊക്കെ വളരെ വളരെ അത്ഭുതകരമായിട്ട് അന്ന് തുടങ്ങിയതാണിത്. അത്